24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. ഇനി പശ്ചിമ ബംഗാളിലേക്ക് യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിൽ NDA മുന്നണി അട്ടിമറി വിജയം നേടുമെന്നാണ് ഇന്നലെ ഈ ഇലക്ഷൻ പോൾ സർവേ വന്നത്. യഥാർത്ഥ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വസിക്കാമോ എന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ശാസ്ത്രീയമായ സാമ്പിളുകൾ വഴിയാണ് ഈ സർവേ നടത്തിയതെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിയുടെ അത് ഫലസൂചന തന്നെയായിരിക്കും. എന്നാൽ സാമ്പിളുകൾ തിരഞ്ഞെടുക്കുന്നതിൽ പിഴവ് പറ്റിയാൽ അത് അപ്പടി പാളുകയും ചെയ്യും. എന്തായാലും നമുക്ക് കൂടുതൽ നമ്മൾ അതിനകത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം ഇനി വളരെ 48 മണിക്കൂർ പോലും ഇല്ല തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നു തുടങ്ങാൻ. അപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് നിതിൻ അംബുജൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. നിതിൻ അംബുജൻ, എല്ലാ കണക്കുകൂട്ടലുകളും അടിയോടെ വീഴുന്ന ഒരു എക്സിറ്റ് പോൾ സർവേ ഫലമാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് വന്നത്. എന്തൊക്കെയായിരിക്കും വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ബംഗാൾ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്നതാകും മറ്റന്നാളത്തെ പ്രവചനം എന്നാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ പ്രവചനം വന്നിരിക്കുന്നത്. ഈ എക്സിറ്റ് പോൾ പ്രവചനം പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബംഗാളിലെ സാഹചര്യം നമുക്ക് പരിശോധിച്ചാൽ 2019 എക്സിറ്റ് പോൾ പ്രവചനത്തോട് അടുത്തു നിൽക്കുന്നതായിരുന്നു അന്നത്തെ ജനവിധി. 2019 BJP ഏതാണ്ട് 18 മുതൽ 22 സീറ്റ് വരെ നേടുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനം ഉണ്ടായിരുന്നത്. അതുതന്നെ ഏതാണ്ട് 18 സീറ്റ് തന്നെ BJP നേടി 2019 വലിയ മുന്നേറ്റം, 2014 2 സീറ്റിൽ നിന്നും 18 സീറ്റിലേക്ക് ഉയർത്തി വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. ഇക്കുറി അത് 20 മുകളിലേക്ക് പോകുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം പറയുന്നത്. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ സീറ്റുകൾ ലഭിക്കുമെന്നും ചില ഏജൻസികൾ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. എന്തായാലും എങ്ങനെയായാലും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം നമ്മൾ സാക്ഷിക്കേണ്ടി വരും. കാരണം കടുത്ത പോരാട്ടം, BJPയുമായി വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. നമുക്കറിയാം, ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ചേരുന്നു. അതേസമയം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്ന തൃണമൂൽ കോൺഗ്രസ് അവരിൽ നിന്ന് വിട്ടുനിന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യം, കടുത്ത പോരാട്ടം നടക്കുന്ന സംസ്ഥാനമാണ് ബംഗാൾ. ഇക്കുറി 42 സീറ്റിൽ BJP ലക്ഷ്യം വെക്കുന്നത് 25+ ആണ്. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിൽ 30+ നേടുമെന്നാണ് അവരുടെ അവകാശവാദം. എന്തായാലും എക്സിറ്റ് പോൾ പ്രവചനമെല്ലാം തന്നെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണമായും തള്ളുകയാണ്. മറ്റന്നാളത്തെ ജനവിധിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇനി ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ അഴിമതികളും അതോടൊപ്പം തന്നെ സന്ദേശ് കാലി വിഷയം തുടങ്ങിയവയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി തന്നെ BJP ഉയർത്തിക്കാട്ടിയത്. അവസാന ഘട്ടത്തിൽ സന്ദേശ് കാലി വിഷയത്തിൽ BJPക്ക് എതിരെ തൃണമൂൽ കോൺഗ്രസ് ശക്തമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും BJP നേതാവിന്റെ തന്നെ പ്രാദേശികമായ നേതാവിന്റെ വെളിപ്പെടുത്തൽ, ഇവയെല്ലാം തന്നെ BJPക്ക് ഒരു ഘട്ടത്തിൽ തിരിച്ചടിയായിട്ടുണ്ടെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വിലയിരുത്തൽ. മാത്രമല്ല, സ്ത്രീ വോട്ടുകൾ പ്രത്യേകിച്ചും മമതയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായി എന്ന് തൃണമൂൽ കോൺഗ്രസ് വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആത്മവിശ്വാസം ഇത്തരം സ്ത്രീ വോട്ടർമാർക്കും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളാണ് പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 30+ സീറ്റ് നേടുമെന്നൊരു പ്രതികരണമാണ് ഈ എക്സിറ്റ് പോൾ പ്രവചനത്തിന് ശേഷം തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം. എന്നാൽ BJPയുടെ സാഹചര്യം പരിശോധിച്ചാൽ 2014 2 സീറ്റ് മാത്രം നേടിയ BJP പിന്നീട് 2019 18 ഉയർത്തുന്നു. ഇക്കുറി അത് 25ലേക്ക് പോകുമോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. അത്രയേറെ വാശിയേറിയ ഒരു പ്രചരണം തന്നെയായിരുന്നു ബംഗാളിൽ നടന്നിരുന്നത്. പ്രത്യേകിച്ചും അമിത്ഷായും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ദിവസങ്ങളായി ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആ പ്രചരണത്തിന്റെ ഭാഗമായി ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ബംഗാളിൽ എത്ര സീറ്റ് BJP നേടും എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശും മഹാരാഷ്ട്രയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ പാർലമെന്റ് അംഗങ്ങളെ സമ്മാനിക്കുന്ന സംസ്ഥാനമാണ് ബംഗാൾ. അവിടെ പ്രതിപക്ഷ നിരയിൽ നിന്നും അതോടൊപ്പം തന്നെ BJPയിൽ നിന്നും എത്ര അംഗങ്ങളെ സംഭാവന ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, BJPക്ക് ഇനി അഥവാ 25 സീറ്റ് നേടിയാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് BJPയുടെ ഒരു മുന്നേറ്റമായി തന്നെ സംസ്ഥാനത്ത് ഒരുപക്ഷെ ഭരണം പിടിക്കാവുന്ന നിലയിലേക്ക് തന്നെ BJP വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഈ എക്സിറ്റ് പോൾ പ്രവചനത്തെ കോൺഗ്രസ് CPM സഖ്യം തള്ളുന്നുണ്ട്. പ്രത്യേകിച്ചും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJPക്ക് കാര്യമായ മുന്നേറ്റം സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. മാത്രമല്ല, അതിനുശേഷം നടന്ന മുർഷിദാബാദിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ CPM BJP സഖ്യത്തിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. തൃണമൂൽ കോൺഗ്രസിനെ അട്ടിമറിച്ചുകൊണ്ട് അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകളടക്കം ഇത്തവണ തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ളൊരു പ്രതികരണമാണ് CPM കോൺഗ്രസ് സഖ്യമെല്ലാം തന്നെ വെച്ചു പുലർത്തുന്നത്. എന്തായാലും മറ്റ് പ്രവചനങ്ങൾക്കൊന്നും തന്നെ ഇവരാരും മുതിരുന്നില്ല. മറ്റന്നാളത്തെ ജനവിധിയിൽ കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ആ ജനവിധി എന്തായാലും ബംഗാൾ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ദേശീയ രാഷ്ട്രീയത്തിലും ഏറെ നിർണായകമാകുന്നതാകും മറ്റന്നാളത്തെ ജനവിധി. SKN. ഓക്കെ, താങ്ക് യു. നിതിൻ അംബുജൻ പശ്ചിമ ബംഗാളിൽ നമുക്കൊപ്പം ചേർന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.